നിന്റെ നീറുന്ന വിഷയം അത് എന്തു തന്നെയാണെങ്കിലും അതിൻ്റെ മേൽ ദൈവപ്രവൃത്തി ശക്തിയോടെ വെളിപ്പെടും. നീ തളർന്നു പോകുമ്പോൾ പറയാനൊരു ആലോചന. ദാവീദ് വല്ലാത്ത തളർച്ചയ്ക്കകത്ത് നിന്നിട്ട് താൻ മരണത്തെക്കുറിച്ച് വിളിച്ചു പറഞ്ഞപ്പോൾ കൂടെ നിൽക്കുന്നവൾ വിളിച്ചു പറയുകയാണ്, യജമാനനെ അങ്ങനെയല്ല, നിന്റെ ജീവൻ യഹോവയുടെ ജീവഭണ്ഡാരത്തിനകത്ത് കെട്ടപ്പെട്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ നിന്റെ നടപ്പും കിടപ്പും യാത്രയും പോക്കും വരവും സകലതും അറിഞ്ഞ് നിന്റെ ജീവൻ എപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടണമെന്ന് വരെ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട് എന്ന്. അങ്ങനെയെങ്കിൽ കർത്താവിനോട് വിളിച്ചു പറ, അപ്പാ അങ്ങ് തന്നിരിക്കുന്ന ഈ ജീവിതത്തിനകത്തിൽ എനിക്ക് ശ്രേഷ്ഠകരമായി മുമ്പോട്ട് യാത്ര ചെയ്യുവാൻ കർത്താവേ ഒരു നല്ല വഴി കർത്താവ് എനിക്ക് വേണ്ടി തുറന്നു തരണം. ആ നല്ല കർത്താവ് നിന്നെയും നിൻ്റെ കുടുംബത്തെയും ശ്രേഷ്ഠമായി പുലർത്തുവാൻ ശക്തനാണെന്ന് ഈ പ്രഭാതത്തിൽ മറന്നു പോകരുത്. ആ നല്ല കർത്താവ് തന്നെയാണ് പറയുന്നത്, നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ അവൻ സാധിപ്പിക്കും. ഏറിയ വർഷങ്ങളായിട്ടുള്ള ഹന്നയുടെ കരച്ചിൽ ദേവാലയത്തിനകത്തിൽ മാറിയെങ്കിൽ 12 സംവത്സരമായി രക്തസ്രാവമുള്ള ആ സഹോദരി മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തു. വല്ലാത്ത ഒരു സാഹചര്യത്തിനകത്തിൽ കൂടെ ഒരു ശാപഹേതുവായി നടന്ന ആ സഹോദരി ഓരോ ദിവസവും ശരീരത്തിലെ ജീവൻ രക്തത്തിൽ കൂടെ വാർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ സഹോദരി അവൾ വിശ്വസിച്ചു, യേശുവിനെ തൊട്ടാൽ എനിക്ക് സൗഖ്യം ലഭിക്കും എന്ന്. അവൾ യേശുവിനോട് പോലും അനുവാദം ചോദിക്കാതെ ആ യേശുവിൻ്റെ പുറകിൽ കൂടെ ചെന്ന് ആ വസ്ത്രത്തെ തൊട്ട് സൗഖ്യത്തെ പിടിച്ചു വാങ്ങി. എങ്കിൽ പ്രിയദൈവവേദനേ, ഇന്ന് നീ വിശ്വാസത്തോടു കൂടി ആ നസ്രയനാകുന്ന യേശു എൻ്റെ വിഷയങ്ങൾക്ക് മതിയായവനാണ് എന്നുള്ള ഉറപ്പോടെ കർത്തൻ്റെ സന്നിധിയിൽ ഇരുന്നാൽ നിൻ്റെ നീറുന്ന വിഷയം അത് എന്തു തന്നെയാണെങ്കിലും അതിൻ്റെ മേൽ ദൈവപ്രവൃത്തി ശക്തിയോടെ വെളിപ്പെടും. കാരണം നിൻ്റെ ജീവൻ യഹോവയുടെ ജീവഭണ്ഡാരത്തിനകത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ നീ എൻ്റെ ദൈവത്തിന് പ്രധാനപ്പെട്ട വ്യക്തിയാണ്. രാഷ്ട്രീയത്തിലും മറ്റും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ കടന്നു വരുമ്പോൾ പോലീസിൻ്റെ വലിയ അകമ്പടികൾ ഉള്ളതുപോലെ പ്രാർത്ഥിക്കുന്ന ദൈവവേദനയെ നീ മുമ്പോട്ട് കടന്നു പോകുമ്പോൾ നിൻ്റെ കണ്ണുകൊണ്ട് നിനക്ക് കാണാൻ കഴിയത്തില്ലെങ്കിൽ പോലും നീ യാത്ര ചെയ്യുന്ന മേഖലകളിൽ നിനക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്ന ദൂതസഞ്ചയം ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുതന്നെയാണ് 91 സങ്കീർത്തനത്തിൽ വിളിച്ചു പറയുന്നത്, നിൻ്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഉറപ്പോടെ മുമ്പോട്ട് പോകുക. തളർന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ മെസ്സേജ് അയച്ചു കൊടുക്കുക. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ മുന്നേറാം. ഐ ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.